ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എക്സൽ വർക്ക്ഷീറ്റിലെ രണ്ട് കോളംസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതായത് രണ്ട് കോളംസിനെ തമ്മിൽ ഒന്നുകിലും മാച്ചസിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് പല രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വളരെ ഈസി മെത്തേഡാണ്, കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഇവിടെ രണ്ട് നെയിം ലിസ്റ്റാണുള്ളത്. നെയിം ലിസ്റ്റ് 1ഉം നെയിം ലിസ്റ്റ് 2ഉം. ഈ രണ്ട് കോളംസും കൂടിയിട്ട് എനിക്കൊന്ന് കമ്പയർ ചെയ്യണം. അതായത് മാച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് മാച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. അതായത് ഈ സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ഈക്വൽ ടു സൈൻ പ്രസ് ചെയ്യുകയാണ്. ദെൻ ആഷ്ലി എന്നുള്ള ഈ ഒരു സെൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ എന്താണ്, വീണ്ടും ഈക്വൽ ടു അടിക്കുന്നു, ഇതുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്താണ്, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ട്രൂ എന്ന വാല്യൂ എനിക്കിവിടെ റിട്ടേൺ ചെയ്തു. ദാറ്റ് മീൻസ് ആഷ്ലി സെയിം ആണ് രണ്ടുപേരും അല്ലേ. രണ്ട് നെയിംസും സെയിം ആയതുകൊണ്ട് ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. അപ്പോൾ സെയിം അല്ലെങ്കിൽ അത് ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. സോ ഞാൻ ഫോമുല 1 ബാക്കി സെൽസിലേക്ക് കൂടി കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ട്രൂവും മാച്ച് ഇല്ലെങ്കിൽ ഫാൾസും ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക? അതായത് നിങ്ങൾക്കതൊരു ഈഫ് കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഈഫ് അടിച്ചു കൊടുക്കുക. ദെൻ എന്താണ്, നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ A2 ഇസ് ഈക്വൽ ടു B2 ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ കോമ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്താണ്, ഇതാ ഇവിടെ പറയുന്നുണ്ട് വാല്യൂ ഇഫ് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്, അത് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എപ്പോഴും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോഡ്സിൻ്റെ ഉള്ളിലായിരിക്കണം കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ മാച്ച് ഈസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. മാച്ച് ഈസ് ഫൗണ്ട്. ദെൻ അഗെയിൻ കോഡ്സ് ക്ലോസ് ചെയ്യണം, കോമ ഇടണം. ദെൻ ഫാൾസ് ആണെങ്കിൽ നോ മാച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. വീണ്ടും കോഡ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ അഗെയിൻ ക്ലോസിങ് ദ കോഡ്സ് ആൻഡ് ആ പാരന്തസിസ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. മാച്ച് ഈസ് ഫൗണ്ട് എന്ന് വന്നു. ഇനി ഇത് താഴേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫോമുലാസ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നോ മാച്ച് മാച്ച് ഈസ് ഫൗണ്ട്. അങ്ങനെ ട്രൂ കാണുന്നിടത്തില്ല. ദാറ്റ് മീൻസ് അലി രണ്ടും സെയിം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. മാച്ച് ഈസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇല്ല, എനിക്ക് തന്നെ ഒരുപാട് മെയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്താണ് ചെയ്യുക മാച്ച് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഞാൻ ഷീറ്റ് 2 എടുക്കുകയാണ്. ഷീറ്റ് 2ൽ അഗെയിൻ എനിക്കിവിടെ നെയിം ലിസ്റ്റ് 1ഉം നെയിം ലിസ്റ്റ് 2ഉം ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് കോളങ്ങളിലും ഉള്ള പേരുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അത് ചില സമയത്ത് നിങ്ങൾക്ക് ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തലവേദന പിടിച്ചൊരു കാര്യമാണ് രണ്ട് കോളങ്ങളും. ഇപ്പം പേരല്ലെങ്കിൽ തന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഉണ്ടാവും. മാച്ച് കാണണം, മാച്ച് കണ്ടിട്ട് അവരെ മാത്രം ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെയുള്ള രണ്ട് കോളമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. ഞാനിവിടെ ഒരു പേര് കൂടി ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഹോം ടാബിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വരിക. അപ്പോൾ അതിന് മുൻപേ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ കംപ്ലീറ്റ് ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോകുന്നു. ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന് ഒരുപാട് യൂസസ് ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഹൈലൈറ്റ് സെൽ റൂൾസ് എടുക്കുക. അതിൽ ഏറ്റവും താഴെ ഭാഗത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻ ഉണ്ട്, യുണീക്ക് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ് എനിക്ക് കാണേണ്ടത്. അതിന് ഓപ്ഷൻസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ലൈറ്റ് റെഡ്, ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ്, അങ്ങനെ ഇവിടുന്ന് വേണമെങ്കിൽ ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇതെടുക്കാം. ഇവിടെ ഞാൻ ഫിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണുള്ളത്. അതിൽ ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അതായത് ഏത് സെല്ലാണോ മാച്ച് ഉള്ളത് അത് കംപ്ലീറ്റും ഗ്രീൻ കളറിലേക്ക് മാറും. ഓക്കെ അടിക്കുന്നു. അഗെയിൻ ഞാനിവിടെ ഓക്കെ അടിച്ചു കൊടുക്കുന്നു. കണ്ടോ, എനിക്ക് ഇവിടെ മാച്ചുള്ള ആൾക്കാരെല്ലാം ഗ്രീൻ കളറിലേക്ക് വന്നു. അലിയുണ്ട്, ആരോൺ ഉണ്ട്, ലത്തീഫ് ഉണ്ട്, ഹെന്നയുണ്ട്. ഇവരൊക്കെയാണ് മാച്ചുള്ള ആൾക്കാർ. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫൈൻഡ് നെയിംസ് ദാറ്റ് ആർ ഇൻ വൺ കോളം ഓൺലി. അതായത് ഒരു കോളത്തിൽ മാത്രമുള്ള നെയിംസിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത്.
മനസ്സിലായോ? അതായത് രണ്ട് കോളമിലും ഇപ്പം നമ്മൾ എന്താണ് രണ്ട് കോളത്തിലും സെയിം നെയിംസ് കണ്ടതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒറ്റ അതായത് ഒരു കോളത്തിലുള്ള നെയിംസ് മാത്രമേ ഹൈലൈറ്റഡ് ആയിട്ട് വരണ്ടൂ. അപ്പം ഞാൻ വീണ്ടും ഈ ഡാറ്റ നമ്മുടേത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അഗെയിൻ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോകുന്നു. ഹൈലൈറ്റ് സെൽ റൂൾസ് എടുക്കുന്നു. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൽ നേരത്തെ പറഞ്ഞ പോലെ യൂണീക്ക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, then again ഞാനിവിടെ വേറെ റെഡ് ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്രാവശ്യം. ഓക്കെ അടിക്കുന്നു. കണ്ടോ, ഇത് കംപ്ലീറ്റും അതായത് യുണീക്ക് നെയിം ഉള്ളവരെ മാത്രം റെഡ് കളറിൽ വന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഈ റൂൾസ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ക്ലിയർ റൂൾസ് എടുത്താൽ മതി. ക്ലിയർ റൂൾസ് ഫ്രം ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് വീണ്ടും ഡാർക്ക് കളറിലേക്ക് നമ്മുടെ ബ്ലാക്ക് കളറിലേക്ക് മാറിയിരിക്കുന്നു. ഓക്കെ, ഇത്ര നേരം നമ്മൾ കണ്ടത് മാച്ച് ഉണ്ടോ മാച്ച് ഇല്ലയോ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ആ പേരുകൾ റിട്ടേൺ ചെയ്യണം എന്നിരിക്കട്ടെ. അതായത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ നെയിം ലിസ്റ്റ് 1-ലുള്ളതും നെയിം ലിസ്റ്റ് 2-ലുള്ളതും കൂടി കമ്പയർ ചെയ്തിട്ട് ഇതിൽ രണ്ടിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെല്ലിലേക്ക് എനിക്ക് ആ പേര് റിട്ടേൺ ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും, പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വി ലുക്കപ്പാണ്. ഓക്കെ, ഈക്വൽ ടു അടിക്കുന്നു, വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, വരുന്നുണ്ട്. അത് ടാബ് കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ദെൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം A2, അതായത് ഇത് കമ്പയർ ചെയ്യാണ്. ഇത് ഓരോ ടൈമും ഇതിനോട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈക്വൽ കോമ അടിക്കുന്നു. ദെൻ എന്താണ് അടുത്തത്, എന്താണ് ടേബിൾ അറേ ആണ്. എനിക്ക് ഏത് ടേബിൾ ആണോ വേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോളം ഇൻഡെക്സ് നമ്പറാണ്. കോളം ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഞാൻ ആ റേഞ്ചാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് 1 ടൈപ്പ് ചെയ്താൽ മതി. ദെൻ എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്, 0 അടിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ റെഫറൻസിങ് യൂസ് ചെയ്യാണ്, സെൽ റെഫറൻസ്. അത് എന്താണ് F4 അടിച്ചിട്ട് അതൊന്ന് $സൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ പാരന്തസിസ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തത് ആക്ച്വലി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് എറർ വന്നിട്ടുള്ളത്. അടുത്തൊന്ന് നോക്കാം നമുക്ക്. കണ്ടോ, അലി, ആരോൺ, അതുപോലെ തന്നെ ലത്തീഫ്, ജോൺ, ഇതൊക്കെ ഇതിലുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അലി ഉണ്ട്, ഫസ്റ്റ് കോളത്തിലുണ്ട്, സെക്കൻഡ് കോളത്തിലുണ്ട്, ആരോണും ഉണ്ട്, ലത്തീഫ് എന്ന് പറയുന്നയാൾ സെക്കൻഡ് കോളത്തിലുണ്ട്, ജോൺ എന്ന് പറയുന്നയാൾ സെക്കൻഡ് കോളത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ബാക്കിയൊന്നും ഇല്ലാത്തതിനാണ് NA എന്ന് പറഞ്ഞിട്ട് എറർ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, രണ്ടിലും ഉള്ള കോമൺ നെയിംസ് മാത്രം റിട്ടേൺ ചെയ്തു. കോളം 1-ലും കോളം 2-ലും കോമൺ ആയിട്ടുള്ള നെയിംസ് മാത്രം റിട്ടേൺ ചെയ്തു അല്ലേ. അത് സെല്ല് വെച്ചിട്ടൊന്നുമല്ല, ഹോളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു മാച്ച് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കവിടെ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പോയിട്ടൊന്ന് ഫിൽറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ബാക്കിയെല്ലാം ടിക്ക് മാർക്ക് പോക്കി കൊടുത്തിട്ട് NA എന്നുള്ളത് മാത്രം, എറർ ഉള്ളത് മാത്രം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഇത്രയും പേർക്കാണ് എന്തുള്ളത്, അതായത് മാച്ച് ഇല്ലാത്ത പേരുകൾ ഇവരൊക്കെയാണ്. അതായത് കോളം 1-ലുള്ളതും എന്നാൽ കോളം 2-ലില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് മുഴുവനും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ NAക്ക് പകരം വേറെ എന്തെങ്കിലും നേരത്തെ വന്ന പോലെ മെസ്സേജ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതായത് നോ മാച്ച്ന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വി ലുക്കപ്പിൻ്റെ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ട് ഇഫ് എറർ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ഓക്കെ, ഇഫ് എറർ എന്ന് പറയുമ്പോൾ തന്നെ വരുന്നുണ്ട്, പാരന്തസിസ് ഓപ്പൺ ആയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വി ലുക്കപ്പ് എന്നുള്ള സംഭവം വന്നു. അത് കഴിഞ്ഞിട്ട് കോമ ഇടുക. ദെൻ എന്താണ് വേണ്ടത്, വാല്യൂ ഇഫ് എറർ അല്ലേ. നമുക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. നോ മാച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നോ മാച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അത് കോഡ്സ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു, പാരന്തസിസും ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒരു പാരന്തസിസ് അല്ലേ ക്ലോസ് ചെയ്യാനുള്ളൂ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നോ മാച്ച് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി ഇത് കംപ്ലീറ്റും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് മാച്ച് ഉള്ളതിന് മാത്രം അലി, ആരോൺ, ലത്തീഫ്, ജോൺ എന്ന് വന്നു. ബാക്കി എല്ലാത്തിനും നോ മാച്ച് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, നോ മാച്ച് എന്നുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നോ മാച്ച് ഉള്ളവരെ മാത്രം വരും. അതായത് കോളം 1-ലുള്ളവരും എന്നാൽ കോളം 2-ൽ ഇല്ലാത്തവരുമാണ് ഈ കിടക്കുന്നത് മുഴുവനും. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.